പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഓണപ്പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം ക്ലാസ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോ പ്രവർത്തനങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. ഫസ്റ്റ് പ്രവർത്തനം പദപൃഷ്ഠമാണ്. നമുക്ക് നോക്കാം ഓരോന്നും. നോക്കൂ, ഒന്നാമത്തേത് പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താണ്? ചീര. അപ്പൊ ചീര എന്നവിടെ എഴുതുക. 2, തുള്ളികളായി വരുന്നു ഞാൻ, ചറപറ ചറപറ പെയ്യും ഞാൻ ആരെന്ന് പറയാമോ? ആരാണ്? മഴ. ഇനി താഴോട്ടാണ്. മണ്ണിനടിയിൽ പൊന്നമ്മ. ആരാണ്? മഞ്ഞളാണ്. ഇനി മൂന്നാമത്തെ, കറുമുറ തിന്നാൻ രസമാണേ, കറിയിൽ ചേർക്കും ഇനമാണേ, ഓറഞ്ചിൻ്റെ നിറമാണേ, ഞാനൊരു പച്ചക്കറിയാണ്. ഏതാണ്? ക്യാരറ്റാണ്. ഇനി നാലാമത്തെ, ഞാനൊരു നീളൻ പഴമാണേ, മഞ്ഞ നിറത്തിൽ കുലയായി, തൊലി കളഞ്ഞ് തിന്നിടാം, വറുത്തെടുക്കാം, പായസമാക്കാം. ഏതാണ്? വാഴപ്പഴമാണ്. അല്ലേ മക്കളെ? അപ്പോൾ ഇങ്ങനെയാണ് ഈ പദപ്രശ്നം പൂരിപ്പിക്കേണ്ടത്. ഇനി രണ്ടാമത്തേത് ക്രമപ്പെടുത്താം. ജാസ്മിൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി. അമ്മ പച്ചക്കറി തോട്ടത്തിലാണ്, അച്ഛനും സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ പണികളാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൃഷിയുടെ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മണ്ണ് കിളയ്ക്കണം. ഫസ്റ്റ് അതാണ് അല്ലേ. മണ്ണ് കിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിലം ഒരുക്കണം അല്ലേ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഘട്ടങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതണം അല്ലേ. ആദ്യം നിലം ഒരുക്കണം, രണ്ടാമത്തത് മണ്ണ് കിളയ്ക്കണം, മൂന്നാമത്തത് എന്ത് ചെയ്യണം? വിത്ത് വിതയ്ക്കണം, നാലാമത്തത് കള പറിക്കണം, അഞ്ചാമത്തത് വിളവെടുക്കണം. അങ്ങനെ ഓർഡറായിട്ട് എഴുതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് നോക്കാം അടുത്ത പ്രവർത്തനം. നമ്മുടെ ജലസ്രോതസ്സുകളാണ് തന്നിരിക്കുന്നത്. പച്ചക്കറിത്തോട്ടം നനയ്ക്കാൻ അടുത്തുള്ള കുളത്തിൽ നിന്നാണ് വെള്ളം എടുത്തത്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ജലസ്രോതസ്സുകളുണ്ട്? ഏതൊക്കെയുണ്ട്? പുഴയുണ്ട് അല്ലേ, പുഴയുണ്ട്. പിന്നെന്താണ്? ഡാമുകളുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ നാട്ടിൽ വേറെ ഏതൊക്കെ ജലസ്രോതസ്സുകളുണ്ടോ? പിന്നെ ചെറിയ നീർച്ചാലുകളുണ്ട് അല്ലേ. അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് പിന്നെ ചെറിയ ചെറിയ കനാലുകളുണ്ട്, തോടുകളുണ്ട്. ഇതൊക്കെ എന്താണ്? നമുക്ക് അത് കിണറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പല ജലസ്രോതസ്സുകളാണ് അല്ലേ. അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്വാതന്ത്ര്യദിനം. ദേശീയ പതാകയ്ക്ക് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പച്ചയും ഓറഞ്ചും കളർ കൊടുക്കുക, സാഫ്രൺ കളറും അല്ലേ. ഇനി ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അശോക ചക്രം അല്ലേ. ഈ ചക്രത്തിന്റെ പേരെന്താണ്? അശോക ചക്രം. ഇനി 200 രൂപ നോട്ട് നോക്കൂ. അതിൽ കാണുന്നത് ആരുടെ ചിത്രമാണ്? ആരുടെയാണ്? ഗാന്ധിജി, മഹാത്മാഗാന്ധിയുടേതാണ്. അപ്പോൾ മഹാത്മാഗാന്ധി എന്ന് എഴുതണം. അടുത്ത ഡയറി എഴുതാം. നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ മക്കള് ആദ്യം എന്താണ്? അവിടെ ആഗസ്റ്റ് 15 വെള്ളി അല്ലേ. എന്നിട്ട് ഇന്ന് എൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു, നല്ല രസമായിരുന്നു, ദേശീയ പതാക ഉയർത്തി, പ്രസംഗങ്ങൾ പറഞ്ഞു, മിഠായികൾ തന്നു ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ്, എനിക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയറി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.